മോർണിംഗ് 4:30 മണി. ഞാനും കൊളീഗ് അസ്ലമും കൂടി ജോഗിങ്ങിന് ഇറങ്ങിയാണ്. പോകുന്നത് പേരുകെട്ട സ്റ്റേഡിയത്തിലേക്കാണ്. റൂമിൽ നിന്ന് വെറും 5 മിനിറ്റേ ഉള്ളൂ. നമ്മളെ സൂര്യേട്ടനും ഉറങ്ങിയെഴുന്നേറ്റ് വരുന്നുണ്ട്. ആ കാണുന്നതാണ് വേൾഡ് കപ്പിലെ ഫുട്ബോൾ മഴ പെയ്തിറങ്ങിയ സ്ഥലം. യെസ്, ഖത്തറിലെ അൽജനൂബ് സ്റ്റേഡിയം. 2022 വേൾഡ് കപ്പ് ഫുട്ബോളിൽ റൊണാൾഡോയും മെസ്സിയും എംബാപ്പയും എല്ലാം പന്ത് കൊണ്ട് ഇന്ദ്രജാലം കാട്ടിയ അതേ സ്റ്റേഡിയം. ഡെയിലി ജോഗിങ്ങിന് വരുന്നുണ്ടെങ്കിലും ഇന്ന് നിങ്ങളെയും ഒന്ന് കാണിക്കാന്ന് കരുതിയതാണ്. സമയം 5 മണി ആയിട്ടുള്ളൂവെങ്കിലും നേരം പരപരാ വെളുത്തിട്ടുണ്ട്. ജുനൂബ് സ്റ്റേഡിയത്തിന്റെ വെളിയിലുള്ള ഒരു പൊതു ഉദ്യാനമാണിത്. ജോഗിങ്ങിനായി അധികം ആൾക്കാരൊന്നുമില്ല. ഞങ്ങളങ്ങനെ കുറച്ച് ഓടി, പിന്നെ നടന്ന്, പിന്നെ കുറച്ച് എക്സസൈസും ആവാന്ന് കരുതി. ജിമ്മിലുള്ള അത്യാവശ്യം മെഷീനെല്ലാം ഇവിടെ ഉണ്ട്. എക്സസൈസ് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ആരോഗ്യകരമാക്കാൻ സഹായിക്കുന്ന ഒരു ശാരീരിക പ്രവർത്തനം കൂടിയാണ്. നമ്മുടെ സ്ട്രെസ്ഫുൾ ലൈഫിനിടയിലെ മെന്റലി ഫിസിക്കലി റിലാക്സ് ആവാൻ പറ്റുന്ന ഒരേ ഒരു ആയുധമാണ് എക്സസൈസ്. എക്സസൈസും കഴിഞ്ഞ് റിലാക്സ് ആയി ഞാനും അസ്ലമും പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ കാഴ്ച എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുമ്പോഴും അതേ കയറിൽ ജീവിതം കെട്ടിപ്പടുക്കുന്ന യോദ്ധാക്കളെയാണ് ഞാൻ അവിടെ കണ്ടത്. ഇവരും ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന പ്രവാസികളാണ്. നമ്മളെ വല്ലവരും പീഡിപ്പിക്കുമ്പോൾ നമ്മളെ ലൈഫിൽ നിന്ന് അവരെ ഡിലീറ്റ് ആക്കുക എന്നല്ലാതെ ആർക്കോ വേണ്ടി നമ്മളെ ജീവിതം ബലി കൊടുക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നതേ ഇല്ല. ഇപ്പൊ സമയം 6 മണി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തീരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട പേജ് ഫോളോ ചെയ്യണേ. ഇനിയും കൂടുതൽ ഖത്തർ വിശേഷങ്ങളുമായി വീണ്ടും பார்க்கலாம். ബൈ ബൈ.